നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും AJ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഡോട്ട് ആൻഡ് കീൻ്റെ പ്രോഡക്റ്റാണ് മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം ഫേസ് വാഷായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സിമ്പിളിൻ്റെ റീഫ്രഷിങ് ഫേസ് വാഷാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് കളറോ മാണോ അങ്ങനത്തെ ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് അലോവേറ ജെല്ല് നമ്മുടെ കയ്യിലെടുത്ത ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തത് ഞാൻ എടുത്തിട്ടുള്ളത് ടോണറാണ് കേട്ടോ. ഡോട്ട് ആൻഡ് കീൻ്റെ ആണ്. വാട്ടർമെലൺ സൂപ്പർ ഗ്ലോ പോർ ടൈറ്റനിങ് ടോണറാണ് എടുത്തിട്ടുള്ളത്. അത് ഇങ്ങനത്തെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ടോണറാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് ചെറുതായിട്ടൊരു സ്മെല്ലുണ്ട്. പിന്നെ ചെറിയൊരു വാട്ടർമെലൻ്റെ ഒരു കളർ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഇതൊരു കോട്ടണിലാക്കി എടുക്കുന്ന സമയത്ത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സാണ്. എനിക്ക് ഇതിൻ്റെ ഈ ഒരു ബോട്ടിലാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാനിത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഞാനിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് നോർമലായിട്ടുള്ള കോട്ടൺ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കോട്ടൺ പാഡ് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ കോട്ടൺ പാഡ് എടുത്തിട്ട് നമ്മൾ ചെയ്യുക. കോട്ടൺ പാഡാണ് മറ്റേതിനായിട്ടും കുറച്ചും കൂടെ സുഖം നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ. നമ്മളിപ്പോൾ എത്ര ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫേസിൽ നമ്മൾ ആ ഒരു പോസൊക്കെ ഓപ്പൺ ആയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കൊക്കെ നമുക്ക് ആ ഒരു കോട്ടണിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നത്തത് സെറമാണ്, പ്ലമ്മിൻ്റെ വിറ്റമിൻ സി സെറമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന് 550 രൂപയുണ്ട്. നമുക്ക് ഓൺലൈനിലാകുമ്പോൾ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും. അപ്പം ഇതാണ് പ്ലമ്മിൻ്റെ 10% വിറ്റമിൻ സി സെറം. ഇതിന് ചെറിയൊരു ഷെയ്ഡ് തോന്നുന്നുണ്ട്, ഒരു എന്താ പറയുക, ഒരു ക്രീം കളർ പോലെ അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഡെർമാക്കോയ്ക്ക് അങ്ങനത്തെ ഒരു കളറ് ഇല്ല കേട്ടോ. അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇത് കുറച്ചുകൂടെ വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര അങ്ങോട്ട് ഓയിലി പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ഡെർമാക്കോൻ്റെ നന്നായിട്ട് ഓയിലി പോലെ നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഓയിലി പോലെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. നമുക്ക് തൊടുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അതേ ഞാൻ സെറ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ടോണർ ഇട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി സെറ അപ്ലൈ ചെയ്തതിന് ശേഷം. അപ്പം സെറ അപ്ലൈ ചെയ്ത് അതൊന്ന് ജസ്റ്റ് നമ്മുടെ സ്കിന്നിലൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഡോട്ട് ആൻഡ് കീൻ്റെ വിറ്റമിൻ ഇ സൂപ്പർ ബ്രൈറ്റ് അണ്ടർ ഐ ക്രീമാണ് കേട്ടോ. ഐ ക്രീമാണ് ഇത്. നമ്മൾ അണ്ടർ ഐ എന്ന് പറയുന്നില്ല, നമുക്ക് കണ്ണിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് തേക്കാം. ഇതിൻ്റെ കൂടെ ഒരു റോളറും കൂടെ വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ നെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഐ ക്രീം വരും. ആ ക്രീം വെച്ചിട്ടാണ് നമ്മൾ കണ്ണ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. കണ്ണിലാവാതെ ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് കണ്ണിലായിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ണിലാവാതെ ശ്രദ്ധിക്കുക. കണ്ണിലായാലും നീറ്റലൊന്നുമില്ല, പക്ഷേ കണ്ണിലാവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കണ്ണിൻ്റെ അടിയിലും മുകളിലും ഇടുന്നുണ്ട്. എന്താ പറയുക, അതാ കണ്ടോ കണ്ണിലായി. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം മതി ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് വെച്ചിട്ട് മസാജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൈ വെച്ചിട്ട് ചെയ്താലും മതി. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോട്ട് ആൻഡ് കീൻ്റെ വിറ്റമിൻ ഇ സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതും അതേപോലെ തന്നെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ബോക്സിലാണ് വന്നിട്ടുള്ളത്, ഒരു ബോട്ടിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സംഭവം കൂടെ വരുന്നുണ്ട്. ഇത് കുഞ്ഞു ക്വാണ്ടിറ്റി ഉള്ളൂ. എനിക്കിതിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിട്ട് തോന്നി, കാരണം അത്യാവശ്യം റേറ്റ് ഉണ്ട് ഈ ഒരു മോയ്സ്ചറൈസറിന്. അപ്പം ഞാനിത് കുറച്ചെടുത്ത് അപ്ലൈ ചെയ്യാറുള്ളൂ. ഇത് പെട്ടെന്ന് കഴിയും കേട്ടോ, അത്ര ക്വാണ്ടിറ്റി ഉള്ളൂ. പിന്നെ നല്ലൊരു സ്മെല്ലാണ്, നല്ലൊരു ഓറഞ്ചിൻ്റെ സ്മെല്ലാണ്. നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ തോന്നും. ഒരു ക്രീമിൻ്റെ ടെക്സ്ചറിലാണ് ഇരിക്കുന്നത്, നല്ലൊരു സ്മെല്ലും. അപ്പോൾ എനിക്കിത് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് സ്കിന്ന് എന്താ പറയുക മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അത് അപ്ലൈ ചെയ്യുമ്പോൾ. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ കയ്യിൽ ഡയറക്റ്റ് എടുത്തിട്ട് അങ്ങനെ തേക്കണം. ഡയറക്റ്റ് ഫേസിലേക്ക് തന്നെ ഇതേപോലെ ഡോട്ടാക്കി ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് തന്നെ വെച്ചിട്ട് ഇത് എന്താ പറയുക ഇതേപോലെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അങ്ങനെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ അത് ഓൾറെഡി അബ്സോർബ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഫേസിലേക്ക് ഡയറക്റ്റ് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിത് രാത്രിയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല. പകലാണ് യൂസ് ചെയ്യുന്നുള്ളതെന്നുണ്ടെങ്കിൽ സൺസ്ക്രീനും കൂടെ ഇട്ടിട്ട് പുറത്തേക്ക് പോയാൽ മതി കേട്ടോ. ഇനി മോർണിംഗും നൈറ്റും ഇത് ചെയ്യാം. ഞാൻ നൈറ്റ് മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. ഇതിട്ട് കഴിഞ്ഞാൽ ഇത് രാവിലെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഫേസിൽ നിന്നൊന്ന് അബ്സോർബ് ആയിട്ടുണ്ടാവും. രാവിലെയും ചെയ്യുന്നവരുണ്ട്. രാവിലെയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റാണ്. സൺസ്ക്രീൻ ഇടാതെ നിങ്ങൾ പുറത്തേക്ക് പോകണ്ട കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.